എന്നാ ശമ്പളം കൊടുക്കും? ഒരു 2000 rupees കൊടുക്കാം. ആണ്ടേ, മാഡത്തിന് ഇവിടുത്തെ സ്ഥിതി ഒന്നും അറിയാൻ മേലാത്തോണ്ടാ. 2000 രൂപയ്ക്ക് നാളെ കിട്ടുകയാന്നേ. അയ്യോ, പെർ ഡേ 2000 കൂടുതലൊന്നും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പെർ ഡേ 2000 rupees. പെർ ഡേ 2000. അതെ. 2000 ആളെ സംഘടിപ്പിക്കാം, പറ്റിയ ആളെ സംഘടിപ്പിക്കാം. പക്ഷെ വള്ളിക്കാടൻ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ച് മാഡത്തിനെ ഏൽപ്പിക്കാൻ പറ്റിയല്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ ഒരാള് അല്ല ഉണ്ടാവും, അന്വേഷിച്ചാ കിട്ടും. അല്ലെങ്കിൽ ഇത്രമാത്രം ഭാവനയും കഴിവും ഉത്തരവാദിത്വം ഒക്കെ ആവശ്യമുള്ള ജോലി ആയതുകൊണ്ട് ഞാൻ തന്നെ ഏറ്റെടുക്കാം. എന്നാ? ഓ, സോ കൈൻഡ് ഓഫ് യു. അപ്പൊ ശമ്പളം കൂടാതെ മിസ് റൈമനത്തിന് വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? സത്യം പറഞ്ഞ വളരെ ബിസി ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കറാ ഞാൻ. ഓ, ജോലിക്കിടയിൽ ഹൈക്കമാൻഡ് എന്ന് വല്ല VIP തന്നെ കാണണം നിർബന്ധം പിടിച്ചാ ഒന്ന് പോയ ചോറിന് വരും. അത് കുഴപ്പമില്ല, പക്ഷെ മുൻകൂട്ടി പറഞ്ഞേക്കണം. പിന്നെ മിസ് റൈമനത്തിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ? ലോ കോളേജിലായിരുന്നു. അപ്പൊ തൊട്ട് പൊളിറ്റിക്സ് തലലോട്ട് കയറിയതുകൊണ്ട് കംപ്ലീറ്റ് ഒത്തില്ല. ഇറ്റ്സ് ഓക്കെ, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. അപ്പോ നമുക്ക് തുറപ്പിക്കാല്ലയോ? യാ, ഓക്കെ. ഓ, പിന്നെ ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ മിസ് റൈമനത്തിനൊന്നും തോന്നരുത്. എന്നാ? ജോലിയുടെ ഭാഗമായിട്ട് നമ്മളൊന്നിച്ച് യാത്ര ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒന്നിച്ച് താമസിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ അടുത്തിടപഴകുമ്പോൾ മിസ് റൈമൻ എന്നെ തെറ്റിദ്ധരിച്ചേക്കരുത്. എന്നാ തെറ്റിദ്ധാരണ? എനിക്ക് ഇവിടുത്തെ രീതികളെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. എന്നാലും പെണ്ണുങ്ങളോടുള്ള മലയാളികളുടെ അപ്രോച്ചിൽ എന്തോ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ തോന്നാൻ വേറൊന്നുമല്ല,